നമസ്കാരം. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ രണ്ട് രാജ്യങ്ങളും നയതന്ത്രപരമായിട്ടുള്ള നടപടികൾ ഘടിപ്പിച്ചിരിക്കുകയാണ് എന്നുള്ളതൊക്കെ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തു. ഇതിൽ ഇന്ത്യ കൈകൊണ്ടിട്ടുള്ള നടപടികൾ എന്തൊക്കെയാണ്, അത് ഏതൊക്കെ തരത്തിലായിരിക്കും പാകിസ്ഥാനെ ബാധിക്കാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ ഇന്നലെ വിശദമായി തന്നെ ചർച്ച ചെയ്തു. ഇപ്പോൾ പാകിസ്ഥാനും അതിന്റെ തുടർച്ചയെന്നോണം ഇന്ത്യക്കെതിരെയും നടപടികൾ എടുത്തിരിക്കുകയാണ്. പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങൾ അല്ലേ, ഒന്ന് വ്യോമപാത അടച്ചു, അതുപോലെ തന്നെ ഷിംല കരാറും റദ്ദാക്കിയിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഈ രണ്ട് നടപടികളാണ് ഇപ്പോൾ പാകിസ്ഥാൻ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ അത് ഏതൊക്കെ രീതിയിലായിരിക്കും നമ്മുടെ ഇന്ത്യനെ ഇനി അത് ബാധിക്കുമോ, അത് ഏതൊക്കെ രീതിയിലായിരിക്കും ഇനി ബാധിക്കാനായിട്ട് പോകുന്നത്? ഒരു കൗണ്ടർ അറ്റാക്ക് എന്ന രീതിയിലാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, രസകരമെന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഒരു വിരോധാഭാസം എന്ന രീതിയിൽ പറയുകയാണ്. ഈ ഷിംല കരാർ അത് നമുക്കറിയാവുന്നതാണ്. ഇനിയൊരു യുദ്ധം ഉണ്ടാകാതെ, ഇനിയൊരു സംഘർഷാവസ്ഥയിലേക്ക് പോകാതെ ഉഭയകക്ഷി ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, ഇതിനു വേണ്ടിയിട്ടാണ് ഷിംല കരാർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ എന്നാണ് പാകിസ്ഥാൻ അത് പാലിച്ചിട്ടുള്ളത്? ഒറ്റ കാര്യം, എന്നാണ് അത് പാലിച്ചിട്ടുള്ളത്, എന്നാണ് അതിനെ അംഗീകരിച്ചിട്ടുള്ളത്? പാകിസ്ഥാൻ ഇന്നവരെ അതിനെ അംഗീകരിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. ഉറപ്പായി രണ്ട് രാജ്യങ്ങളും ബയലാറ്ററൽ കരാറാണെന്നൊക്കെ പറയുന്നുണ്ട്, അത് പേരിന് വേണ്ടി മാത്രമേ ഉള്ളൂ, ഇന്ത്യ മാത്രമേ അത് അംഗീകരിക്കുന്നുള്ളൂ. പക്ഷേ ഇന്ന് വരെയും അതിനെ അംഗീകരിക്കാനായിട്ട് പാകിസ്ഥാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനകളാണ് ഏറ്റവും അവസാനം സംഭവിച്ച ഈ വിഷയം പോലും. ഇതിന് മുൻപ് നടന്ന പല സംഭവങ്ങളും അതിന് ഉദാഹരണമായിട്ട് പറയാനും സാധിക്കും. ഒട്ടനവധി വിഷയങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാൻ ഒരു കൗണ്ടർ അറ്റാക്ക് എന്ന രീതിയിൽ ഇന്ത്യ സിന്ധു നദീ ജല കരാർ തടയുന്നു അല്ലെങ്കിൽ മരവിപ്പിക്കുന്നു, ഇമ്മീഡിയറ്റ് എഫക്റ്റിൽ അത് കൊണ്ടുവരുന്നു എന്ന് പാകിസ്ഥാൻ ഒരു നോട്ടീസ് കൊടുക്കുമ്പോൾ അതിന് തിരിച്ച് മറുപടി എന്നോണം ഷിംല കരാർ ഞങ്ങൾ അങ്ങ് എടുത്ത് കളയുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് അത് വിരട്ടലായിട്ടൊന്നും തോന്നുന്നില്ല. ഇന്ത്യക്ക് കുറച്ചുകൂടി ഒരു ആത്മവിശ്വാസമാണ് കിട്ടുന്നത്. ഇത് പിൻവലിച്ചാൽ അല്ലെങ്കിൽ ഇത് അംഗീകരിക്കുന്നില്ല എന്ന് പാകിസ്ഥാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഏറ്റവും വലിയ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുന്ന പാകിസ്ഥാനാണ്. എന്തുകൊണ്ടെന്നാൽ എങ്ങനെയാണ് ഈ കരാർ വന്നത് എന്നുള്ളത് പാകിസ്ഥാൻ ഒരുപക്ഷെ മറന്നു പോകുന്നുണ്ടായിരിക്കും. നമുക്കറിയാവുന്നതാണ് 71 യുദ്ധം. അന്ന് അതിനുശേഷം സംഭവിച്ചത് നമുക്കറിയാം. എങ്ങനെയാണ് പുതിയൊരു രാജ്യം രൂപപ്പെട്ടതെന്നും പാകിസ്ഥാൻ എന്തൊക്കെ നഷ്ടങ്ങൾ സംഭവിച്ചെന്നും ഏറ്റവും നാണം കെട്ടൊരു തോൽവി പാകിസ്ഥാൻ അഭിമുഖീകരിക്കേണ്ടി വന്നത് എങ്ങനെയൊക്കെയാണെന്നൊക്കെയുള്ളു. അപ്പോൾ അന്ന് 71 ഈ ഒരു യുദ്ധമുണ്ടായി. അതിനുശേഷം പാകിസ്ഥാന് കീഴടങ്ങേണ്ടി വന്നു. തൊട്ടടുത്ത വർഷമായി ഒരു കരാറിൽ എത്തിച്ചേരാനായി ഇന്ത്യയും സമ്മതിക്കുകയായിരുന്നു. അതായത് ഇനി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എന്ത് ചെയ്യേണ്ട, യുദ്ധത്തിൽ ഏർപ്പെടേണ്ട, കശ്മീരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രശ്നങ്ങളുണ്ടാകാതെ ഒരു വെടിനിർത്തൽ കരാർ കൊണ്ടുവരിക. ആ വെടിനിർത്തൽ രേഖ എന്ന് പറയുന്നത് പിന്നീട് അത് നിയന്ത്രണ രേഖയായി മാറുന്നു, LOC ആയി മാറുന്നു, ലൈൻ ഓഫ് കൺട്രോളായി മാറുന്നു. അതിനപ്പുറത്തേക്ക് സൈനികർ ഒന്നും ചെയ്യാനായി പാടില്ല, തീവ്രവാദ നീക്കങ്ങൾ നടത്താൻ പാടില്ല, നുഴഞ്ഞുകയറ്റ നീക്കങ്ങളൊന്നും ചെയ്യരുത്. ഇതൊക്കെ ആയിരുന്നു ഈ കരാറിലൂടെ പ്രധാനമായും കൊണ്ടുവന്നത്. ഈ കരാർ കൊണ്ടുവന്നതിൻ്റെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, അന്ന് ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇനി മുന്നോട്ട് പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പോകേണ്ടതില്ല. ഇന്ദിരാഗാന്ധി ആയിരുന്നു അന്നത്തെ നമ്മുടെ പ്രധാനമന്ത്രി. അതുപോലെ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ സുൽഫിക്കർ അലി ഭൂട്ടോ ആയിരുന്നു. അന്ന് അങ്ങനെ ഒരു കരാർ കൊണ്ടുവന്നപ്പോൾ ഇനി പ്രശ്നങ്ങളൊന്നും സൃഷ്ടിക്കാത്ത രീതിയിൽ എന്ത് വിഷയങ്ങളുണ്ടായാലും ഇരു രാജ്യങ്ങളും ചേർന്നിരുന്ന് സംസാരിച്ച് ആ പ്രശ്നങ്ങൾ എന്ത് ചെയ്യും, പരിഹരിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹിമാചൽ പ്രദേശിലെ ഷിംലയിൽ വെച്ച് ഈ കരാർ ഒപ്പിട്ടത്. അതുകൊണ്ട് തന്നെയാണ് ഷിംല കരാർ എന്ന് അതിനെ ഇപ്പോഴും വിളിക്കുന്നത്. ആ കരാറിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് ചില വസ്തുതകളാണ്. അതായത് അന്ന് യുദ്ധവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പാകിസ്ഥാൻ സൈനികരെ ഇന്ത്യ പിടികൂടിയിരുന്നു. ഈ പിടികൂടിയ സൈനികരെ വിട്ടയക്കണമെന്ന അഭ്യർത്ഥന. ഇനി അടുത്തത് ബംഗ്ലാദേശിൻ്റെ വിമോചനമാണ്. ഇന്ന് കാണുന്ന ബംഗ്ലാദേശ് പിറവിയെടുത്ത ഒരു സംഭവം. അന്ന് ശരിക്കും പാകിസ്ഥാനെ ചൊടിപ്പിച്ച വിഷയമെന്ന് പറയുന്നതും ബംഗ്ലാദേശിന് വേണ്ടി ഇന്ത്യ നിലകൊണ്ടു എന്നുള്ള ഒരു വസ്തുത തന്നെയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വലിയ തലവേദനയാണ് രണ്ട് വശത്ത് നിന്നും. ഇന്ന് നമ്മൾ ഈ ഒരു പാകിസ്ഥാനെ മാത്രമേ ഇന്നത്തെ കാലത്ത് കാണുന്നുള്ളൂ. അന്ന് രണ്ട് പാകിസ്ഥാനാണെന്ന് വേണം മനസ്സിലാക്കാൻ. രണ്ട് വശത്തായി നിന്നുകൊണ്ട് ഇന്ന് ബംഗ്ലാദേശ് നിൽക്കുന്ന ആ സ്ഥലത്ത് നിന്ന് ഇന്ത്യക്കെതിരായിട്ടുള്ള പല നീക്കങ്ങളും പാകിസ്ഥാൻ നടത്തിയിരുന്നു. അതുകൊണ്ട് ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു ആവശ്യമായിരുന്നു അത് മറ്റൊരു രാജ്യമായി മാറണം എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള നീക്കങ്ങൾക്കൊക്കെ തന്നെ ഇന്ത്യ നിലപാട് കടുപ്പിച്ചപ്പോൾ അതിലുള്ള അമർഷം തന്നെയാണ് പാകിസ്ഥാനെ എന്ത് ചെയ്യാൻ പ്രേരിപ്പിച്ചത്, ഇന്ത്യക്കെതിരായിട്ടുള്ളൊരു യുദ്ധത്തിന് പ്രേരിപ്പിച്ചത്. പക്ഷേ അത് വലിയൊരു നാണക്കേടും വലിയൊരു തിരിച്ചടിയായി പോയത് പാകിസ്ഥാൻ തന്നെയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു നീക്കം നടത്തിയത്. ഈ കരാറിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് രണ്ട് നേതാക്കളും ഒപ്പുവെച്ചതിന് ശേഷം നിയന്ത്രണ രേഖ എന്ന് പറയുന്നത്, ഈ വെടിനിർത്തൽ രേഖ എന്ന് പറയുന്നത് ഉറപ്പായും അംഗീകരിച്ചേ പറ്റൂ. ഒരു കാരണവശാലും ഇതിനപ്പുറത്തേക്ക് വന്ന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ പാടുള്ളതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിനുശേഷം നടന്നിട്ടുള്ള പല സംഭവങ്ങൾ നമുക്കറിയാം. സിയാച്ചിൻ, ഇന്ന് സിയാച്ചിൻ ഇന്ത്യയുടെ ഭാഗമാണ്. എന്നാൽ അന്ന് ഈ കരാർ വന്നപ്പോൾ ഇന്ത്യ ഏകദേശം 13,000-ലധികം സ്ക്വയർ കിലോമീറ്റർ പ്രദേശങ്ങളാണ് 71 വരെ പലതവണയായിട്ടുള്ള സംഘടനകളിലൂടെയും മറ്റുമൊക്കെ ഇന്ത്യ കൈയടക്കിയ ഇന്ത്യയുടെ പ്രദേശമായിട്ടുള്ള
ഈ 13,000 സ്ക്വയർ കിലോമീറ്റർ ഒറ്റയടിക്ക് വിട്ടുകൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൽ കേവലം 833 സ്ക്വയർ കിലോമീറ്റർ മാത്രമേ നിലനിർത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ഏറ്റവും തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ, ഒരു 4-5 കേന്ദ്രങ്ങൾ മാത്രം നിലനിർത്തി ബാക്കി മുഴുവൻ പാകിസ്ഥാന് വിട്ടുകൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. 90,000-ഓളം വരുന്ന സൈനികരെ മോചിപ്പിച്ചു. ഇതൊക്കെ തന്നെ സമാധാനം പുലരണം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. കേവലം 2 ആഴ്ച ആ യുദ്ധം നീണ്ടു നിന്നിട്ടുണ്ടായിരുന്നുള്ളൂ. 71 തുടങ്ങി ഏകദേശം എനിക്ക് തോന്നുന്നു ഡിസംബർ 16-നാണ് ആ യുദ്ധം അവസാനിച്ചത്. അത് ഇത്രയും പ്രധാനമായ ഒരു നാഴികക്കല്ലായി മാറിയൊരു സംഭവം, പാകിസ്ഥാൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയൊരു നാണക്കേട്. ആ നാണക്കേട് മറയ്ക്കാൻ വേണ്ടി പാകിസ്ഥാൻ പിന്നീട് പലതവണ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ നീക്കങ്ങൾ നടത്തി എന്നുള്ളതാണ്. അതിനുള്ളൊരു ഉദാഹരണമാണ് നേരത്തെ പറഞ്ഞ സിയാച്ചിൻ്റെ വിഷയം. പാകിസ്ഥാൻ നിരന്തരം ഈ കരാറിനെ ലംഘിച്ചു തുടങ്ങിയത് ആ ഒരു സമയത്തോടു കൂടിയായിരുന്നു. അതായത് ഒരു 10 വർഷത്തിന് പുറം 80 കാലഘട്ടം തുടങ്ങിയ സമയത്ത്. എന്നാൽ 1984 ലോകം തന്നെ കണ്ട ഏറ്റവും റിസ്കിയസ്റ്റ് മിലിറ്ററി ഓപ്പറേഷൻ എന്നറിയപ്പെടുന്ന സിയാച്ചിൻ പിടിച്ചെടുത്ത ഓപ്പറേഷൻ മേഘ്ദൂത് ഇന്ത്യൻ സൈന്യം നടത്തിയ, അതായത് നമുക്കറിയാം ഏറ്റവും വലിയ സൈനികർ നിൽക്കുന്ന ഏറ്റവും വലിയ ഉയരം കൂടിയ ഹിമ മേഖലയാണ് സിയാച്ചിൻ എന്ന് പറയുന്നത്. സിയാച്ചിൻ ഗ്ലേസിയർ എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ്, ഏറ്റവും റിസ്കിയസ്റ്റ് മേഖല. അവിടെ ഒരു ഏറ്റവും റിസ്കി ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ നടത്തുക, അതൊരു മിലിറ്ററി ഓപ്പറേഷൻ, 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ, അത് നടത്തി വളരെ വിജയകരമായി. അന്നത്തെ കാഷ്വാലിറ്റീസ് ഇതുവരെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല, കൃത്യമായിട്ടുള്ള കണക്ക് ഇതുവരെയും ലഭ്യമല്ല എന്നുള്ളതാണ് മറ്റൊരു വശം. എന്തിനേറെ പറയുന്നത്, നമുക്കറിയാവുന്നതാണ് സിയാച്ചിൽ നിന്നും മറ്റുമൊക്കെ നമ്മുടെ ധീര സൈനികരുടെ മൃതശരീരം പല സമയത്തുമായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. കാര്യം മഞ്ഞുമൂടി കിടക്കുന്ന പ്രദേശമായതുകൊണ്ട് ഒരു ഹിമക്കാറ്റടിച്ചാൽ മതി, ആ നിൽക്കുന്ന പ്രദേശം തന്നെ കാണാൻ പറ്റാത്ത രീതിയിലേക്ക് മാറിപ്പോകും. നമ്മൾ 2 പേര് നിൽപ്പുണ്ടെങ്കിൽ പോലും അപ്പുറവും ഇപ്പുറവും നിൽക്കുന്ന ആളുകളെ പരസ്പരം കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. അത്രയധികം കൊടും തണുപ്പാണ്. ആ മേഖല പോയി ഇന്ത്യ തിരിച്ചു പിടിച്ചപ്പോഴാണ് ഇന്ത്യക്ക് വലിയൊരു മേൽക്കൈ ഉണ്ടായത്. അന്ന് പാകിസ്ഥാൻ വലിയ ആരോപണം നടത്തിയിരുന്നു, അതായത് ഷിംല കരാറിൻ്റെ ലംഘനമാണ് ഇന്ത്യ നടത്തിയത് എന്നുള്ളത്. എന്നാൽ എന്തിനാണ് ഇന്ത്യ അങ്ങനെ ഒരു ലംഘനം നടത്തിയെന്ന് അവർ അവകാശപ്പെടുന്നു. എന്തിനാണ് ഇന്ത്യ അവിടെ പിടിച്ചെടുത്തത്? അതിൻ്റെ കാരണം ഇതാണ്, നിരന്തരമായി സിയാച്ചിൻ മേഖലയിൽ ഇതുപോലെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പോലത്തുള്ള പ്രശ്നങ്ങളുടെ ചെറിയ ചെറിയ വകഭേദങ്ങൾ നേരത്തെ നടത്തിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ക്രൂരമായ വശങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം അത് അവസാനിച്ചിട്ടില്ല. 99 കാർഗിൽ എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ഇതൊക്കെ തന്നെ പാകിസ്ഥാൻ നടത്തിയിട്ടുള്ള നീക്കങ്ങളാണ്. പാകിസ്ഥാൻ ഈ കരാറിന് പുല്ലുവില കൽപ്പിച്ച് മുന്നോട്ട് പോയതിൻ്റെ ഉദാഹരണം തന്നെയാണ്. ഇപ്പോൾ കശ്മീരിൽ സമാധാനം ആഗ്രഹിക്കുന്നു, സമാധാനം പുലരണം എന്നുദ്ദേശിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു കരാറ് കൊണ്ടുവന്നതെങ്കിൽ കശ്മീരിൽ ഇന്ന് വരെയും കഴിഞ്ഞ ദിവസം ഏപ്രിൽ 22-ാം തീയതി നമ്മൾ കണ്ട സംഭവം വരെ പാകിസ്ഥാൻ സ്പോൺസേർഡ് ഭീകരവാദം അവരത് നടത്തുന്നത് ഈ കരാറിനെ അംഗീകരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ ഈ കരാറിന് ഒട്ടും പ്രസക്തി ഇല്ല എന്ന് തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ പറയേണ്ടത്. ഇതുപോലുള്ള ഓലപ്പാമ്പ് കാണിച്ചിട്ട് നമ്മളെ ഭയപ്പെടുത്തേണ്ട ഒരു സാഹചര്യമില്ല. അതിനുശേഷം നമ്മൾ പുൽവാമ കണ്ടതാണ്. അതിന് പിന്നാലെ ഇപ്പോൾ ഈ ഏറ്റവും നടക്കുന്ന പഹൽഗാമിലുണ്ടായ സംഭവം കാണുന്നതാണ്. അതുകൊണ്ട് ഷിംല കരാർ റദ്ദാക്കിയതുകൊണ്ട് ഏറ്റവും വലിയ നഷ്ടം ഉണ്ടാകുന്നത് പാകിസ്ഥാനെന്ന് മാത്രമേ ഞാൻ പറയൂ. എന്തുകൊണ്ടെന്നാൽ ഇനിയൊരു ലൈൻ ഓഫ് കൺട്രോൾ ഇല്ല നമുക്ക് മുന്നിൽ. പാകിസ്ഥാൻ വേണ്ടെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കൺട്രോൾ ഇല്ല. ഇന്ത്യക്ക് ധൈര്യസമേതം ഇന്ത്യ കണക്കുകൂട്ടി വെച്ചിരിക്കുന്ന ഓപ്പറേഷൻ സർജിക്കൽ സ്ട്രൈക്കിൻ്റെ ചെറിയ വകഭേദങ്ങൾ പല രീതിയിൽ തുടങ്ങിയിരിക്കുന്നു. ഇന്ത്യ നടത്തിയ ഡിപ്ലോമാറ്റിക് സർജിക്കൽ സ്ട്രൈക്കാണ് കുടിവെള്ളം മുട്ടിച്ചത്. അതിലൂടെ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ വലുതാണ്. എന്നാൽ പാകിസ്ഥാൻ തിരിച്ച് ഷിംല കരാറിലൂടെയും വ്യോമപാത അടച്ചതിലൂടെയും ഒക്കെ തന്നെ നോക്കിക്കാണേണ്ട മറ്റു ചില വിഷയങ്ങളുണ്ട്. ഇതിനു മുമ്പും വ്യോമപാത വിലക്കുന്ന സംഭവങ്ങളുണ്ടായിരുന്നു. ഇതിനെയൊക്കെ തന്നെ ആക്ട് ഓഫ് വാർ ആയിട്ടാണ് കാണുന്നത്. അതായത് ഒരു യുദ്ധപ്രഖ്യാപനമായി കാണും. നേരത്തെ നമ്മൾ സിന്ധു നദീജല കരാറിൽ നിന്നും മരവിപ്പിക്കുന്നു എന്നുള്ള ഒരു സൂചന കൊടുത്തപ്പോൾ അതിനെ ആക്ട് ഓഫ് വാറായി ഞങ്ങൾ കാണുന്നു, ഞങ്ങൾ എന്തിനും സജ്ജമാണ്, ഞങ്ങൾ തയ്യാറെടുത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. പട്ടിണി കാരണം എഴുന്നേറ്റ് നിൽക്കാനുള്ള സാഹചര്യം പോലും ഇല്ലാത്തൊരു രാജ്യമാണ് ഇന്ത്യയെ നോക്കി ഇങ്ങനെ കുരയ്ക്കുന്നത്. ഇതിൻ്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കുമെന്ന് ലോകരാജ്യങ്ങൾ മുഴുവൻ പറയുന്നുണ്ട്. ഇന്ന് ചൈന ഉൾപ്പെടെ, പാകിസ്ഥാൻ ആരെ കണ്ടാണ് കുരയ്ക്കുന്നത്? ചൈനയെ കണ്ടാണ്. ചൈന ഉൾപ്പെടെ ഇന്ത്യയോടൊപ്പം ഇന്ത്യക്ക് ഈ ഒരു ദുഃഖത്തിൽ അണിചേരുന്നു പറഞ്ഞുകൊണ്ട് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് അപലപിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഒരു യുദ്ധസമാന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ചൈന ഉറപ്പായും പാകിസ്ഥാന്റെ കൂടെ നിൽക്കും എന്നുള്ളൊരു വസ്തുതയാണ്. എന്നാലും ചൈന മുൻപ് നിൽക്കുന്നത് പോലെ ഇന്ന് നിൽക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. ഒരു യുദ്ധ സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ ഇന്ത്യക്കൊപ്പം റഷ്യ ഉണ്ടാകും, ഇസ്രായേൽ ഉണ്ടാകും, അമേരിക്ക ഉണ്ടാകും. മുൻപ് 7ാം കപ്പൽപ്പട വന്നത് നമുക്ക് വേണ്ടിയിട്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് 7ാം കപ്പൽപ്പട വരുന്നെങ്കിൽ അത് ആർക്ക് വേണ്ടിയായിരിക്കും? നമുക്ക് വേണ്ടിയിട്ടായിരിക്കും. അതുകൊണ്ട് പാകിസ്ഥാൻ അങ്ങനെ വരട്ടേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വരുന്നില്ല. അറേബ്യൻ രാഷ്ട്രങ്ങളൊക്കെ തന്നെ നമുക്കൊപ്പം തന്നെ അണിചേരുമെന്ന കാര്യത്തിൽ സംശയമില്ല. പാകിസ്ഥാനൊപ്പം നിൽക്കാൻ പോകുന്നത് ആരായിരിക്കും? അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പോലും പാകിസ്ഥാന് തിരിച്ചടി ഉണ്ടാകും. അതാണ് മറ്റൊരു വസ്തുത. താലിബാന്റെ ഭാഗത്തു നിന്ന് പോലും ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടാകും. അതുകൊണ്ട് പാകിസ്ഥാനൊപ്പം ചൈനയായിരിക്കും. ചൈനയ്ക്കും ഒരു ലിമിറ്റേഷൻ ഇന്ന് നിൽക്കുന്നുണ്ട്. ചൈന വേറൊരു യുദ്ധത്തിലാണ് അമേരിക്കയായിട്ട്.
വ്യാപാര യുദ്ധത്തിലാണ്. അപ്പോൾ അതിനൊരു പരിഹാരം കാണാതെ ചൈനയ്ക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ഈ ഒരു ഘട്ടത്തിൽ അമേരിക്കയുമായി പിണങ്ങേണ്ടി വന്ന ഇന്ത്യ അല്ലാതെ മറ്റാരും ഇല്ല എന്നൊരു സാഹചര്യമാണ് ചൈനയ്ക്ക് പോലും ഉള്ളത്. അതുകൊണ്ട് ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ ഉറപ്പായും പാകിസ്ഥാൻ ഒറ്റപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. പാകിസ്ഥാനെ അങ്ങനെ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് ഇന്ത്യ ഈ ഒരു എന്തുകൊണ്ട് തിരിച്ചടിക്കുന്നില്ല എന്നൊരു ചോദ്യം പലരും ചോദിക്കുന്നുണ്ട്. തിരിച്ചടിക്കുന്നുണ്ട്, പക്ഷേ അതിന് മുമ്പായി തെളിവ് ശേഖരണം എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയെ പോലൊരു മഹാരാജ്യത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ആരെയും കയറി അങ്ങോട്ട് ആക്രമിക്കുന്നില്ല. നമ്മൾ ആക്രമണം നടത്തുന്നെങ്കിൽ അതിന് കൃത്യമായ കാരണവും കൃത്യമായ ഒരു സാഹചര്യവും പ്ലോട്ടും ഒക്കെ തന്നെ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഈ തെളിവ് ശേഖരണത്തിലൂടെ പാകിസ്ഥാൻ്റെ പങ്ക് തെളിയിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. അതിൽ ഏകദേശം ഒരു 50% ജോലി പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി കൂടുതൽ ജോലികളിലേക്ക് കടക്കുക, അതിനുള്ളൊരു സാവകാശമാണ് ഇന്ത്യ തേടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഒരൊറ്റ രാത്രി കൊണ്ട് കയറി അടിക്കേണ്ടതല്ല, പൂർണ്ണമായി നിലംപരിശാക്കേണ്ട ഒരു വസ്തുതയാണ്. നമുക്കറിയാം ഈ പറയുന്ന ലഷ്കർ ഇ തയ്യബ ഭീകരർ ഇപ്പോൾ പറയുന്നുണ്ട്, പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി പറയുന്നുണ്ട് ലഷ്കർ ഇ തയ്യബ ഞങ്ങളുടേതല്ല, ഞങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഈ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് ഈ പറയുന്ന TRFന് പേര് കൊടുത്തതിൻ്റെ കാരണം തന്നെ ലഷ്കർ ഇ തയ്യബയോ ജെയ്ഷെ മുഹമ്മദോ ആയിട്ടുള്ള ഒരു കണക്ഷനും ഒരു കാരണവശാലും പാകിസ്ഥാനിലേക്ക് കണക്ട് ചെയ്യരുത് എന്ന് അവർ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇതിന് മറ്റൊരു പേര് നിർദ്ദേശിക്കാനായി തയ്യാറായത് പോലും. എന്നാൽ ഈ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറയുന്നത് മൊത്തം ലഷ്കർ ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. 2019 തുടങ്ങിയ ഒരു ഭീകര സംഘടന. ആ 2019 തുടങ്ങി 6 മാസം കൊണ്ട് അവർക്ക് ട്രെയിനിങ് എല്ലാം പൂർത്തിയാക്കി അവർ ഭയങ്കരമായൊരു തീവ്രവാദ സംഘടനയായി എങ്ങനെയാണ് മാറുന്നത്? അത് മുഴുവൻ ലഷ്കർ തന്നെയാണ്. അത് ആർക്കും അറിഞ്ഞുകൂടാത്ത, അവർക്കെല്ലാം ട്രെയിനിങ് കൊടുക്കുന്നു. അവരുടെ കയ്യിലിരിക്കുന്ന തോക്കുകൾ ഉൾപ്പെടെ പാകിസ്ഥാൻ സൈനികരുടേതാണ്, അല്ലെങ്കിൽ ഇതിലെ പ്രവർത്തിക്കുന്നത് പാകിസ്ഥാൻ സൈനികനായിരുന്നു എന്നുള്ള വിവരം വരുന്നുണ്ട്. ലഷ്കർ ആളുകളായിരുന്നു എന്ന് പറയുന്നുണ്ട്. നേരത്തെ 2018 മറ്റോ ജമ്മുവിൽ നിന്നും പാകിസ്ഥാനിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ട് കൊണ്ടുപോയി തിരിച്ചെത്തി ഭീകരാക്രമണം നടത്തിയവരാണ് അവിടുത്തെ പ്രദേശവാസിയായ ഒരു ചെറുപ്പക്കാരൻ. അവിടെയൊക്കെ തന്നെ വീടുകൾ ഇന്ന് ഇടിച്ചു നിർത്തിയ രീതിയിലൊക്കെ നമ്മൾ കണ്ടായിരുന്നു. ജനങ്ങൾ തന്നെയാണ് തിരിഞ്ഞിരിക്കുന്നത്, അതിലൊരു സംശയമില്ല. പ്രാദേശിക ഭരണകൂടവും പ്രാദേശിക ജനതയും ശക്തമായി തന്നെ ഇതിനെതിരെ തീരുന്നുണ്ട്. കാരണം അവരുടെ കഞ്ഞിയിലാണ് ഇവർ മണ്ണ് വാരിയിട്ടിരിക്കുന്നത്. കാര്യം ഏറ്റവും അധികം ടൂറിസ്റ്റ് വരുന്നൊരു സമയം, നല്ല രീതിയിൽ വരുമാനം ലഭിക്കുന്ന ഒരു സമയം. കഴിഞ്ഞ വർഷം തന്നെ ഏകദേശം 2.5 കോടിയിലധികം ടൂറിസ്റ്റുകളായിരുന്നു ജമ്മു കാശ്മീരിൽ ഈ സമയം സന്ദർശനം നടത്തിയത്. ഇത്തവണ റെക്കോർഡ് ടൂറിസ്റ്റുകൾ എത്തുമെന്നുള്ള എല്ലാവിധ കണക്കുകൂട്ടലും ഉണ്ടായിരുന്നു. എന്തിനേറെ പറയുന്നു, നമ്മൾ പോലും പ്ലാൻ ചെയ്യാറുണ്ടായിരുന്നു ജമ്മു കാശ്മീരിലേക്കൊക്കെ ഒന്ന് പോകണം. നേരത്തെ ഒരു ഭയം നിറഞ്ഞൊരു സാഹചര്യം ഉണ്ടായിരുന്നു, ഇന്നതൊന്നുമില്ല. വളരെ സമാധാനപരമായി ആ പ്രദേശങ്ങളൊക്കെ തന്നെ കാണാം. അതിൽ ഏറ്റവും മനോഹരമായ സ്ഥലമാണ് ഈ പറയുന്ന പെഹൽഗാമും, ദൈവത്തിൻ്റെ താഴ്വരയായിട്ടുള്ള ഒരു മേഖല. അവിടെ കയറിയാണ് ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയതെങ്കിൽ ഇതിനുള്ള തിരിച്ചടി മാരകമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇവർ തീവ്രവാദികളൊക്കെ തന്നെ തമ്പടിക്കുന്നത് വനമേഖലയിലാണ്, അതിർത്തിയോട് ചേർന്ന വനമേഖലയിലാണ്. സൈന്യം തിരച്ചിൽ തുടങ്ങിയിരിക്കുകയാണ്. അതിർത്തി വനമേഖലയിൽ ഇവർക്ക് രക്ഷയുണ്ടോ? ഒരിക്കലുമില്ല. കാരണം കഴിഞ്ഞ സർജിക്കൽ സ്ട്രൈക്കൊക്കെ തന്നെ വളരെ ഓർമ്മയുള്ളതുകൊണ്ട് ഒരു കാരണവശാലും സൈന്യത്തിന് പെട്ടെന്ന് കയറി അടിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് ഇവർ തമ്പടിക്കില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ വരുമ്പോൾ ഇവർ എത്ര കാലം പാകിസ്ഥാൻ അഭയം കൊടുക്കും? പാകിസ്ഥാൻ അഭയം കൊടുക്കുന്നു വിചാരിക്കുക, ഇവരെവിടെ പോയി വിളിച്ചാലും ഇവരുടെ മടയിൽ കയറി അടിക്കുന്ന ഒരു സ്വഭാവമാണ് ഇന്ത്യക്കുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ പാകിസ്ഥാൻ ഉണ്ടാകുന്ന നഷ്ടം അത് അതിഭീകരമായിരിക്കും. പാകിസ്ഥാൻ ഇവർക്ക് അഭയം കൊടുത്തു എന്നുള്ള കാര്യം ലോകരാജ്യങ്ങളോട് തുറന്നു സമ്മതിക്കേണ്ട ഒരു സാഹചര്യം വരും. ഏറ്റവും പ്രകടമായിട്ടുള്ളൊരു സംഭവം നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസം തന്നെ കണ്ടതായിരുന്നു. ഈ ആക്രമണം നടക്കുന്നതിന് 7 ദിവസം മുമ്പ് പാകിസ്ഥാൻ സൈനിക മേധാവിയായ അസിം മുനീർ ഒരു വലിയ കൊലവെറി പ്രസംഗമല്ലേ നടത്തിയത്? അത് കണ്ടു കഴിഞ്ഞാൽ ആർക്കാ തോന്നാത്തത്? ശരിക്കും പെൻറ്റഗൺ വക്താവ് പറഞ്ഞതുപോലെ തന്നെ അസിം മുനീർ എന്ന് പറയുന്നത് മറ്റൊരു ഒസാമ ബിൻ ലാദനാണ്. ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ, ബിൻ ലാദൻ എവിടെയായിരുന്നു? ഗുഹയ്ക്കുള്ളിലും തുരങ്കങ്ങൾക്കുള്ളിലും ഒക്കെ ഒളിച്ചിരിക്കുകയായിരുന്നു. ഇയാളെന്ന് പറയുന്ന ഒരു പാലസിനുള്ളിലാണ്. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. അല്ലാതെ ഇവരുടെ ചിന്തകൾക്കോ പ്രവർത്തികൾക്കോ ഒന്നും തന്നെ മറ്റൊരു വ്യത്യാസവുമില്ല. ആ കൊലവിളി പ്രസംഗവും ആ ഒരു വിദ്വേഷവും ഇന്ത്യ വിരുദ്ധതയും ആൻറ്റി ഹിന്ദു സ്ലോഗൻസും ഒക്കെ തന്നെ അതേപോലെ തന്നെയാണ് പറയുന്നത്. കശ്മീർ അവരുടെ കണ്ടതാളിയല്ലേ, കർണഞരമ്പാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ഞരമ്പ് സ്വയം മുറിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മഹത്യാപരമായിട്ടുള്ളൊരു തീരുമാനമല്ലേ? അവരിപ്പോൾ ഈ നടത്തിയത് ആത്മഹത്യാപരമായിട്ടുള്ള തീരുമാനമാണ്. കാര്യം പാകിസ്ഥാൻ്റെ സർവ്വനാശത്തിന് ഇത് മുഴുവൻ കാരണമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇന്ത്യക്കും ചെറിയ രീതിയിലുള്ള നഷ്ടങ്ങൾ സംഭവിക്കും. ചെറുതല്ല, ഭീമമായ നഷ്ടം തന്നെ സംഭവിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇപ്പോൾ നമ്മുടെ എയർവേ ബ്ലോക്ക് ചെയ്ത ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാന് മുകളിലൂടെ പറന്നു പോകുന്ന വിമാനങ്ങൾ ഇനി വഴിതിരിച്ചു വിടേണ്ടി വരും. സ്വാഭാവികമായും നമ്മൾ ശ്രദ്ധിച്ചു, അന്ന് സൗദിയിൽ നിന്ന് തിരിച്ച് പ്രധാനമന്ത്രി വന്നത് അത് വഴിയല്ലായിരുന്നു. അന്ന് തന്നെ ഫ്ലൈറ്റ് അറേബ്യൻ സീയിൽ ആ വഴിയായിരുന്നു വന്നിട്ട് അദ്ദേഹം ഗുജറാത്തിലായിരുന്നു അദ്ദേഹം ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തത്. ഇപ്പൊ തന്നെ നമുക്ക് സംഭവിക്കുന്ന ഒരു പ്രശ്നം അത് തന്നെയാണ്. ഇനി ഉണ്ടാകുന്ന ഈ ഒരു ആശങ്കയുണ്ട്, ഇനി ടിക്കറ്റ് റേറ്റ് ഒക്കെ കുത്തനെ ഉയരുമോ എന്നുള്ള ഒരു ആശങ്കയൊക്കെ ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അത് ഇല്ല എന്ന് നമുക്ക് പറയാനും സാധിക്കില്ല. കാരണം ഇതിനു മുൻപ് സമാനമായൊരു വിഷയം നടന്നിട്ടുണ്ടായിരുന്നു, ബലാക്കോട്ട് ആക്രമണം. അന്ന്
ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് ഏകദേശം 700 കോടി രൂപയോളം നഷ്ടം സംഭവിച്ചു എന്നാണ് കണക്ക് കൂട്ടുന്നത്. കാരണം അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായ സമയത്ത് ആക്ട് ഓഫ് വാർ പ്രഖ്യാപിച്ച് വ്യോമപാത അടയ്ക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അങ്ങനെ വ്യോമപാത അടച്ച സമയത്ത് നേരത്തെ തന്നെ മുൻകൂട്ടി ടിക്കറ്റ് എടുത്ത യാത്രക്കാരുണ്ട്, അതുപോലെ നേരത്തെ പ്ലാൻ ചെയ്തിരുന്ന വ്യോമ റൂട്ടുകളുണ്ട്. ഇതൊക്കെ തന്നെ വഴിതിരിച്ച് വിടേണ്ടി വരുന്നു. ഇന്ധനനഷ്ടം, സമയനഷ്ടം, അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. ഫ്ലൈറ്റിന് കൂടുതലായിട്ട് ലേ ഓവർ വേണ്ടി വരുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ മറ്റ് വ്യോമപാതകളെ ആശ്രയിക്കുമ്പോൾ സ്വാഭാവികമായും വിമാന കമ്പനികൾക്ക് തന്നെയാണ്, പ്രവാസികൾക്ക് തന്നെയാണ് ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടാകുന്നത്. ടിക്കറ്റ് റേറ്റൊക്കെ കുത്തനെ ഉയരുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത് ഇനിയുള്ള ഒരു 1-2 മാസത്തേക്ക് ഇതിൻ്റെ ഒരു വലിയ ഭവിഷ്യത്ത്, ഇനിയിപ്പോൾ ഇത് എന്തായിരിക്കും, എന്തിലേക്ക് എത്തിച്ചേരുമെന്നുള്ളത് അറിയത്തില്ല. ഒരിക്കലും നമുക്ക് പോലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇതിൻ്റെ തിരിച്ചടി എത്ര മാരകമായിരിക്കും, എത്ര ഭീകരമായിരിക്കുമെന്ന്. എന്ത് തന്നെയായിരുന്നാലും പാകിസ്ഥാൻ ഇതുകൊണ്ടൊരു പാഠം പഠിക്കും എന്നുള്ള ഒരു സൂചന കഴിഞ്ഞ ദിവസം ബീഹാറിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകി കഴിഞ്ഞിരിക്കുന്നു. അത് ഒരു കാര്യം ഏറ്റവും എടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അദ്ദേഹം ഒരു തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യുന്ന ഒരു ഘട്ടം കൂടിയായിരുന്നു. പക്ഷെ അദ്ദേഹം സംസാരിച്ചത് ഹിന്ദിയിലായിരുന്നില്ല. ബീഹാറിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, പരിപാടിക്ക് പോകുന്നത്. പക്ഷെ അദ്ദേഹം സംസാരിച്ചത് ഇംഗ്ലീഷിലായിരുന്നു. അത് അദ്ദേഹം ഇന്ത്യക്കാരോട് പറഞ്ഞ കാര്യമല്ല, പാകിസ്ഥാനികളോട് പറഞ്ഞ കാര്യമല്ല. അങ്ങനെയെങ്കിൽ ഹിന്ദിയിൽ പറഞ്ഞാൽ മതി. ഇത് ലോകത്തോട് തന്നെ വിളിച്ചു പറഞ്ഞൊരു കാര്യമാണ്. ഇന്ത്യ ഇറങ്ങിയിരിക്കുകയാണ്, തടയാനായി ഒരു ശക്തികളും എന്ത് ചെയ്യരുത്, മുന്നിലേക്ക് വരരുത്. പ്രതീക്ഷിക്കാത്തതിലപ്പുറമുള്ള ഒരു തിരിച്ചടി നൽകിയിരിക്കും. ഇതിൽ തിരിച്ചടി കിട്ടാതെ ആരും തന്നെ രക്ഷപ്പെട്ടു പോകത്തുമില്ല. എല്ലാവരെയും തിരഞ്ഞു പിടിച്ച് ശിക്ഷിക്കാനായി ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഒരു യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് അടി തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ ചെറിയ തോതിലുള്ള, അതായത് ഒരു ഫസ്റ്റ് ഫേസ് എന്ന രീതിയിൽ തന്നെയാണ് ഡിപ്ലോമാറ്റിക് നീക്കങ്ങൾ നടത്തുക എന്നുള്ളത്. അത് ഇന്ത്യ ആരംഭിച്ചിരിക്കുന്നു. തൊട്ടടുത്ത നിമിഷം തന്നെ ഇന്ത്യ തീരുമാനിച്ച വിഷയം തന്നെയാണ്. തിരിച്ച് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് എന്തുണ്ടാകുന്നു എന്നുള്ള വീക്ഷണം നടത്തുന്നു. പാകിസ്ഥാൻ ഏറെ ആകുലതയിലിരിക്കുന്നു. ഇതിനിടയിൽ തന്നെ ആക്രമണം പോലുള്ള സൈനിക നടപടികൾ നടത്തുന്നു. INS സൂറത്തിൽ നിന്ന് മിസൈൽ വിക്ഷേപണ പരീക്ഷണം നടത്തുന്നു. ഒപ്പം തന്നെ പാകിസ്ഥാനെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് INS വിക്രാന്ത് അയച്ചുകൊണ്ട് നിരീക്ഷണം നടത്തുന്നു. പഹൽഗാമിലൊക്കെ തന്നെ വട്ടമിട്ടുകൊണ്ട് റഫേലുകളും അതുപോലെ മിഗ് ഒക്കെ തന്നെ പറന്നുകൊണ്ടിരിക്കുകയാണ്. ഡ്രോണുകൾ അതിർത്തി മേഖലയിലൊക്കെ തന്നെ കാവലൊരുക്കുകയാണ്. ഇസ്രായേലിന്റെ ഹെറോൺ ഡ്രോണുകളൊക്കെ തന്നെ സർവ്വസജ്ജമായി 24 മണിക്കൂർ അതിർത്തി മേഖലയിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഇനി ഒന്നുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പാകിസ്ഥാൻ ഇപ്പോൾ വലിയ പരിശീലനം ഒക്കെ തന്നെ നടത്തുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും അവരുടെ ഭയം അത് അവരുടെ വാക്കുകളിലൂടെ തന്നെ പ്രകടമാകുന്നുണ്ട്. ഒരു യുദ്ധത്തെ അഭിമുഖീകരിക്കാൻ പറ്റുന്ന സാമ്പത്തിക അവസ്ഥ പാകിസ്ഥാൻ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.